Gurudevan TV, the true spiritual channel of Bharat. ഗുരുദേവൻ ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആണ്ടുവിശേഷം. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഐതിഹ്യവുമുണ്ട്. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത്. അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുന്നു. അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു. കാലക്രമത്തിൽ ആ ഗണപതി അവരുടെ പരദേവതയായി മാറി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി. തുടർന്ന് ആ മഹാഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ആ ക്ഷേത്രം പണിയുകയായിരുന്നു. പിന്നീട് പലതവണ പുതുക്കിപ്പണിഞ്ഞ ക്ഷേത്രം തിരുവനന്തപുരം ദേശത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ദർശനം. വളരെ ചെറിയൊരു ക്ഷേത്രമാണിത്. 2019 നടന്ന വിപുലമായ നവീകരണത്തിന് ശേഷം ക്ഷേത്രം പൂർണ്ണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പണിതു. 2020 ഫെബ്രുവരി 5 പുതിയ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 32 ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഗോപുരത്തിനടുത്താണ് ചെരുപ്പ് വയ്ക്കാനുള്ള സൗകര്യമുള്ളത്. അകത്ത് കടന്നാൽ നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഈ നാളികേരം ഉടയ്ക്കൽ. നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോകുന്നത്. ഇത് കേരള സംസ്ഥാനത്തിലെ ഒരു റെക്കോർഡാണ്. തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതിട്ടുണ്ട്. വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളതെങ്കിലും ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തന്നെ തീർത്തതാണ്. അകത്ത് ഒരു മുറിയേയുള്ളൂ. അതാണ് ഗർഭഗൃഹം. 3 അടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചതുർബാഹുവായ വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത്. പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടതു കൈയിൽ കയറും മുന്നിലെ ഇടതു കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലതുകൈ അഭയ മുദ്രാങ്കിതമാണ്. തീർത്തും ലളിതമായ നിർമ്മിതിയാണ്. വടക്ക് വശത്ത് ഓവുണ്ട്. അഭിഷേക ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു. നാലമ്പലം ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പണിതിരിക്കുന്നത്. വളരെ ചെറുതാണ് നാലമ്പലം, എങ്കിലും പ്രദക്ഷിണം നിർബാധം നടത്താം. തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളിയുണ്ട്. നിത്യേന ഇവിടെ നിന്ന് അപ്പത്തിൻ്റെയും അടയുടെയും വാസന പുറത്തു വന്നുകൊണ്ടേയിരിക്കും. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. വടക്കു പടിഞ്ഞാറേ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗാദേവി കുടികൊള്ളുന്നു. ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ. നവരാത്രി നാളുകളിൽ ഈ ഭഗവതിക്ക് വിശേഷമാണ്. മറ്റൊരു പ്രതിഷ്ഠ മുരുകൻ്റേതാണ്. ഇവിടെയുള്ള ഗണപതി വിഗ്രഹമാണ് ഏറ്റവും വലിയ ആകർഷണം. വിലയേറിയ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഈ വിഗ്രഹം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഗണപതി വിഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുരുദേവൻ ടി വിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയത് അജിത് ബി ചന്ദ്രൻ.